ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡാറ്റാബേസ് എന്താണ്, എന്തിനാണ് ഡാറ്റാബേസ് എന്നൊക്കെയാണ് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വാട്ട് ഈസ് ഡാറ്റ, എന്താണ് ഡാറ്റ എന്ന് മനസ്സിലാക്കണം. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ, എനി ഇൻഫർമേഷൻ, ഒരു മീനിങ് ഉള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഡാറ്റ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ് ഓർ യുവർ ഫോൺ നമ്പർ എല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ഡാറ്റയാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽ നെയിം ഓർ പ്രൈസ് ഓർ റാം ഓർ മെഗാ പിക്സൽ ഓർ പ്രൊസസ്സർ, ഇതൊക്കെ ഫോണിനെ കുറിച്ചുള്ള ഡാറ്റയാണ്. അപ്പം ഡാറ്റ പറഞ്ഞാൽ എനിത്തിങ്, എനി ഇൻഫർമേഷൻ. ഡാറ്റ പണ്ടൊക്കെ പേപ്പറിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു സ്റ്റോർ ചെയ്ത് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഇന്ന് കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പല ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റ് ഓർ ഓഡിയോ ഓർ വീഡിയോ ഓർ ഇമേജ്, അങ്ങനെ പല ഫോർമാറ്റിലും ഇന്ന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. വളരെ സെക്യൂരിറ്റിയും പ്രൈവസി ആവശ്യമുള്ള ഒരു കാര്യമാണ് ഡാറ്റ. ഇപ്പോൾ നമുക്കറിയാലോ, ഇന്ന് കാര്യങ്ങൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഡാറ്റ വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഡാറ്റ വെച്ചാണ് കളിക്കുന്നത്. ഡാറ്റ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഡാറ്റാബേസ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അതായത് ഡാറ്റ ഇലക്ട്രോണിക്കലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുകയാണ് ഡാറ്റാബേസ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ പോയാൽ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബാഗ് എടുക്കൽ സ്റ്റോർ ചെയ്യാൻ. അതുപോലെ തന്നെ ഡാറ്റാസ്, ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഡാറ്റാബേസ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഡാറ്റ എനിക്ക് മൈൻഡിൽ സ്റ്റോർ ചെയ്യാം. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിൻ്റെയും ഡാറ്റ എനിക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യും. ഈ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി ആയിരിക്കും ഓർഡർ ചെയ്യുക. ഒരു റോസ് ആൻഡ് കോളം ഫോർമാറ്റിൽ ഒരു ടാബിളായിട്ടായിരിക്കും ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഏതെങ്കിലും ഡാറ്റ ഒരു റിലേറ്റഡ് ഡാറ്റ ആയിരിക്കും. അതായത് ഡാറ്റാസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്കൂളിലെ കുട്ടികളുടെ ഡാറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അല്ലാതെ ഒരു സ്കൂളിലെ കുട്ടികളുടെയും വേറൊരു സ്കൂളിലെ കുട്ടികളുടെയും ഡാറ്റ മിക്സ് ചെയ്തിട്ടായിരിക്കില്ല സ്റ്റോർ ചെയ്യുക. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും ഈ ഡാറ്റാസ് തമ്മിൽ. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ ഈസി ആയിരിക്കും, പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ മോഡിഫിക്കേഷനും അനലൈസിങ്ങും ഒക്കെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡാറ്റ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഇവിടെ സിമ്പിൾ ആവുകയാണ്. നമ്മൾ ഡെയിലി ഒരുപാട് ഡാറ്റാബേസുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആദ്യം. അവിടെ നമ്മളുടെ പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും നെയിമൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന വീഡിയോസ്, നമ്മൾ ലൈക്ക് അടിക്കുന്ന വീഡിയോസ്, നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി, ഇതൊക്കെ ഡാറ്റാബേസിൽ സ്റ്റോർഡാണ്. പിന്നീട് നമുക്ക് വരുന്ന വീഡിയോ റെക്കമെൻഡേഷൻ ഇതിനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ശേഷം കാണുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഡാറ്റയുടെ അടിസ്ഥാനമാക്കിയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഡാറ്റാബേസ്. അതുകൊണ്ട് തന്നെ ഡാറ്റ ഇവിടെ സെക്യൂർ ആയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് കുറയും, ഡാറ്റ റിഡൻഡൻസി എന്ന് പറയും. അതുപോലെ തന്നെ ഡാറ്റ ഷെയറിംഗ് പ്രോസസ്സ് ഈസി ആയിരിക്കും. ഇപ്പോൾ വലിയ വലിയ കമ്പനീസിലൊക്കെ ഡാറ്റാബേസിനെ ബേസ് ആയിരിക്കും വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ എംപ്ലോയീസിനൊക്കെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ഡാറ്റാബേസ്ക്ക് ആക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് കുറഞ്ഞ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിയും. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഡാറ്റാബേസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ MySQL, സൈബേസ്, ഒറാക്കിൾ, MongoDB, SQL സെർവർ, ഒരുപാട് ഡാറ്റാബേസ് ഇപ്പോൾ അവൈലബിൾ ആണ്.